I congratulate the Kerala government because I don't think any other government in this country in today's times would honor her. So I am... 5 ദിവസമായി നടക്കുന്ന ഈ പരിപാടിയെ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ സ്വാഗത പ്രസംഗത്തിലും കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഭാരത് ഭവൻ കേരള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലെ മികച്ച സ്ഥാപനങ്ങളിലൊന്നായി മാറുകയും ഭാവനാപൂർണമായ ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിനും രാജ്യത്തിനും മാതൃകയായി മാറിയിരിക്കുന്നു എന്നതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുകയാണ്. കലാപണ്ഡിതയും കേരളീയ കലകളുടെ ഉപാസകയും ഇന്ത്യൻ കലകളെ വിദേശങ്ങളിൽ പരിചയപ്പെടുത്തുന്ന നേതൃത്വപരമായ പങ്ക് നിർവഹിച്ച് പാർലമെൻറ്റ് അംഗമായിരുന്ന ലോകപ്രസിദ്ധിയായിരുന്ന പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായൻ്റെ നാമധേയത്തിൽ 2020 സെപ്റ്റംബറിൽ സാംസ്കാരിക വകുപ്പ് 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ഫെസ്റ്റ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിൽ സംഘടിപ്പിച്ചു. ഭാരത് ഭവൻ്റെയും ലോക മലയാളി സംഘടനകളുടെയും ഫേസ്ബുക്ക് പേജ് വഴി 11 ദിവസം വെബ്കാസ്റ്റ് ചെയ്യപ്പെട്ട പ്രഥമ നൃത്തോത്സവം എല്ലായിടത്തു നിന്നും അഭിനന്ദന കുറിപ്പുകളും ആശംസകളും സാംസ്കാരിക വകുപ്പിനും ഭാരത് ഭവൻ ലഭിച്ചു. പത്മശ്രീയും പത്മഭൂഷണും നേടിയ കലാപ്രതിഭകളും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളും ഉൾപ്പെടുന്ന ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ ഗുരുക്കന്മാർക്ക് വേണ്ടിയാണ് രാജ്യത്തെ ശ്രദ്ധേയമായ ക്ലാസിക്കൽ നൃത്തോത്സവത്തിൻ്റെ 2ാം അധ്യായം സംഘടിപ്പിക്കുന്നത്. ഇനി വരും വർഷം പത്മഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായനൻ ദേശീയ നൃത്തോത്സവത്തിൻ്റെ 3ാം ഘട്ടം ഇവിടെ പ്രമോദ് വിശദീകരിച്ചതുപോലെ യങ് ടാലൻറ്റ് ഫെസ്റ്റിവൽ എന്ന നിലയ്ക്കാണ് സംഘടിപ്പിക്കുന്നത് എന്നത് സന്തോഷപൂർവ്വം ഞാൻ ഈ വേളയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരംഗത്ത് യുവപ്രതിഭകളെ അണിനിരത്തി 9 ദിനങ്ങളിലായി സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തിൽ ഒരുക്കുന്ന ദേശീയ നൃത്തോത്സവത്തിൻ്റെ അവതരണ വേദികൾ ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിർവഹിക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഓരോ ജില്ലകളിലും 3 ദിവസങ്ങൾ വീതമായിരിക്കും നൃത്തോത്സവം സംഘടിപ്പിക്കുക. ഭാരത് ഭവൻ ജനകീയവും നവീനമായ സാംസ്കാരിക ദൗത്യങ്ങൾ നിർവഹിച്ചു വരുന്നു എന്നത് ഈ സാംസ്കാരിക വിനിമയ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. മന്ത്രി എന്ന നിലയിൽ എൻ്റെ ചുമതല എന്ന ഭാഗം നിർവഹിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ഭാരത് ഭവൻ്റെ പ്രവർത്തനത്തിൽ ചെയർമാൻ എന്ന നിലയിൽ തുറന്ന മനസ്സോടുകൂടിയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ കാണുന്നത്. പക്ഷേ ഇതിനാകെ നേതൃത്വം കൊടുക്കുന്നത് പ്രമോദ് പയ്യന്നൂരാണ്. ഒരു മികച്ച സംഘാടകൻ എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും സാംസ്കാരിക വകുപ്പിനെ അതിൻ്റെ മാർഗരേഖ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് ഈ നിലയിലേക്ക് ഈ സ്ഥാപനം ഉയർന്നു വന്നതെന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാംസ്കാരിക വിനിമയ രംഗത്ത് ഈ കാലം ഏറെ ജനകീയമായുള്ള ചലനങ്ങൾ ഒരുക്കുന്നതിന് ഭാരത് ഭവന് കഴിഞ്ഞിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന് കല, ഭാഷ, സംസ്കൃതി എന്നിവ കൂട്ടിയിണക്കി ഇന്ത്യൻ ബഹുസ്വരതയ്ക്ക് കരുത്തു പോരുന്ന
നവസാംസ്കാരിക ദൗത്യങ്ങൾ നിറവേറ്റാൻ ഇനിയും സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് കഴിയട്ടെ എന്ന് ഞാൻ സന്തോഷത്തോടെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയ കലകളെ പുനർജീവിപ്പിക്കാനും അതിനെ തിരികെ കൊണ്ടുവരാനും നമുക്ക് കഴിയണം. ഓരോ കലാരൂപവും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്നതിനെ പറ്റിയുള്ളതും പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളതിനെ പറ്റിയുള്ളതാണ്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ അടിസ്ഥാനത്തിൽ പത്മഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായനൻ്റെ നാമത്തിൽ അർത്ഥയുക്തിയോടൊരുക്കിയ ഈ ഫെസ്റ്റിവലിൻ്റെ എല്ലാ സംഘാടകരെയും അക്ഷീണം പ്രവർത്തിച്ച സുമനസ്സുകളെയും ഈ പരിപാടിയിൽ ആദ്യാവസാനം 5 ദിവസം പങ്കെടുത്ത ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്ത മേഖലയിലെ അതുല്യ പ്രതിഭകൾക്കും വിജയകരമായി തീർത്ത എല്ലാ പ്രേക്ഷകർക്കും ഈ സാംസ്കാരിക ഉത്സവത്തിന് നല്ല പ്രോത്സാഹനം നൽകിയ എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും സാംസ്കാരിക വകുപ്പിൻ്റെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. It's so fantastic that I'm actually dancing for her. We've grown up with listening to her scolding us many, many times. If we talked in an auditorium, she would be there to say, "Hey, don't talk. Listen to what's being said." So IIC was our second home, and that's where she lived all her life. And going to that block where her office was scary. So we had to do our homework if ever we sought to meet her. I never thought a day would come when I would actually dance in a festival dedicated to her. So I congratulate the Kerala government, because I don't think any other government in this country in today's times would honor her. So because we always honor artists, but we don't honor scholars. And artists are nothing without scholars. They are the foundation, and we work on what they have laid out for us. So I'm deeply touched, and I could see her maybe nodding her head. She was very stingy with compliments. So maybe somewhere she nodded her head for all of us for remembering her. Thank you.